കേരളത്തിലെ ഓരോ ലോക്സഭാ മണ്ഡലത്തിലെയും സാധ്യതകൾ പരിശോധിക്കുകയാണ് 20ലെത്ര എന്ന ഈ പ്രോഗ്രാം. ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലമാണ്. കോൺഗ്രസ് നേതാവ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ സിറ്റിംഗ് സീറ്റ്. കാസർഗോഡ് മണ്ഡലത്തിൽ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം അതായിരുന്നു 2019 രാജ്മോഹൻ ഉണ്ണിത്താന് കാസർഗോഡ് കിട്ടിയത്. 40,438 വോട്ടിൻ്റെ ഭൂരിപക്ഷം. തോൽപ്പിച്ചത് CPM പ്രമുഖനെയാണ് കെ.പി. സതീഷ് ചന്ദ്രനെ. കെ.പി. സതീഷ് ചന്ദ്രൻ അവിടെ CPM ജില്ലാ സെക്രട്ടറി ആയിരുന്നു, മുൻ MLA ആണ്, ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള നേതാവാണ്. പക്ഷേ രാജ്മോഹൻ ഉണ്ണിത്താൻ 40,000-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് 2019 ജയിച്ചു കയറി. നമുക്ക് വോട്ട് നില ഒന്ന് പരിശോധിക്കാം. ആദ്യം രാജ്മോഹൻ ഉണ്ണിത്താന് 2019 കിട്ടിയത് 4,74,961 വോട്ട്. കെ.പി. സതീഷ് ചന്ദ്രന് കിട്ടിയത് 4,34,253 വോട്ട്. NDA സ്ഥാനാർത്ഥിയായി BJP ടിക്കറ്റിൽ മത്സരിച്ച രവീശ തന്ത്രി കുണ്ടാറിന് കിട്ടിയത് 1,76,049 വോട്ട്. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ ഭൂരിപക്ഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 40,438 വോട്ട്. UDFന് ലഭിച്ച വോട്ട് വിഹിതം 43.5% UDFന് കിട്ടിയ വോട്ട് വിഹിതം. ഈ തെരഞ്ഞെടുപ്പിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യ വിജയമായിരുന്നു കാസർഗോഡ് അദ്ദേഹത്തിന് ഉണ്ടായത്. രാജ്മോഹൻ ഉണ്ണിത്താൻ വീണ്ടും മത്സരിക്കുകയാണ് സിറ്റിംഗ് സീറ്റ് നിലനിർത്താനായിട്ട്. LDFൽ മത്സരിക്കുന്നത് CPM MV ബാലകൃഷ്ണനാണ്. CPIMൻ്റെ ജില്ലാ സെക്രട്ടറി പദത്തിലിരിക്കെയാണ് ബാലകൃഷ്ണൻ സ്ഥാനാർത്ഥിയാവുന്നത്. NDAയിൽ BJPയുടെ ML അശ്വിനി എന്ന പുതുമുഖമാണ് സ്ഥാനാർത്ഥി. കാസർഗോഡ് ഇക്കുറി മുൻപുമില്ല, ഇക്കുറിയും ത്രികോണ മത്സരമുണ്ട് എന്ന് പറയാനാകില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെ കണക്കുകൾ അത് തെളിയിക്കുന്നുമുണ്ട്. അവിടെ ത്രികോണ മത്സരമൊന്നുമില്ല, പക്ഷേ NDA സ്ഥാനാർത്ഥിക്ക് വോട്ട് കിട്ടാറുണ്ട്. ഈ വോട്ടുകൾ, NDA സ്ഥാനാർത്ഥി പിടിക്കുന്ന വോട്ടുകൾ ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ ഒരു പക്ഷേ സ്വാധീനിച്ചേക്കാം എന്നുള്ളതാണ് കാസർഗോഡിൻ്റെ ചിത്രം. ത്രികോണ മത്സരമില്ല, പക്ഷേ NDA സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന വോട്ട് അത് ആരാണ് ജയിക്കുക എന്ന് ഒരു പക്ഷേ സ്വാധീനിച്ചേക്കാം എന്ന് മാത്രം.